ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് എനിവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റെഡിയാക്കാനുള്ള ഒരു ഫിലിപ്സിൻ്റെ റേഡിയോ ആണ്. ജവാൻ അതാണ് അതിൻ്റെ പേര്. നല്ല ക്വാളിറ്റി ഉള്ള റേഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. കണ്ടോ ഇതാണ് കണ്ടീഷൻ. ഇതിൻ്റെ ബാൻഡ് സ്വിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സ്പീക്കറൊക്കെ ചെറിയ തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. വർക്കിംഗ് ആണോ എന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ് ഇതൊന്നും കാണുന്നില്ല, എല്ലാം വയറൊക്കെ ഉണ്ട്. ആ സ്പീക്കർ കണക്ഷനൊക്കെ സോൾഡറിങ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾഡർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്തൊന്ന് ഓണാക്കി നോക്കാം. ബാൻഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, നമുക്കെങ്കിലും അത് മാറ്റണം. അതിന് മുമ്പായിട്ട് ഇതെന്താണ് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി പരിപാടികളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ വയറെല്ലാം നമുക്കൊന്ന് വിടിയിപ്പിച്ചെടുക്കണം, പോസിറ്റീവ് നെഗറ്റീവ് വയർ. അതിനുശേഷം നമ്മൾ അല്ലാതെ കൊടുക്കുന്ന ആ ബാറ്ററിയിലോട്ട് നമുക്ക് കൊടുക്കാം. ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഇത് ഓണാക്കിയിട്ടുണ്ട്, പക്ഷേ ശബ്ദമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത് ബോർഡൊന്ന് അഴിച്ചിട്ട് നോക്കുക. അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച് ഭാഗം വർക്കിംഗ് ആണോ എന്നോട് നോക്കണം. അതിനുശേഷം എന്താണ് കംപ്ലൈൻറ്റ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബോർഡ് അഴിക്കാം. നമ്മൾ ബോർഡ് അഴിക്കുമ്പോൾ ബോർഡ് അഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ഒരു സ്ക്രൂ ഉള്ളായിരുന്നു, ബാക്കി ക്ലിപ്പായിരുന്നു. പിന്നെ അതുപോലെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഇത് ഒരു പോകാത്ത വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. ബോർഡ് മൊത്തം പൊടിയും അഴുക്കൊക്കെയാണ്. നമുക്കതെല്ലാം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിലും ഇതിൻ്റെ സ്വിച്ച് വർക്കിംഗ് ആണെന്ന് അറിയുമ്പോൾ നമുക്കിതൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഷോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അടുത്തത് നമ്മുടെ സ്പീക്കർ ശരിയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്പീക്കർ മാറ്റിയതിന് ശേഷം വേറെ സ്പീക്കർ കണക്ട് ചെയ്തിട്ട് നമുക്കിത് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് ഇത് ലൂപ്പാനെയാണ്. ഇതൊന്ന് നമുക്കൊന്ന് വിടിയിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് നമുക്ക് എളുപ്പം സർവീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുമ്പോൾ ഈ വയറെല്ലാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ലൂപ്പ് ആൻറ്റിന നമുക്ക് ഒന്ന് കണക്ഷൻ പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. കണക്ഷനല്ല, വോളിയം കൺട്രോൾ നമുക്ക് ഇവിടുന്ന് ഇളക്കണം. ഓക്കെ, നമ്മൾ സ്പീക്കർ വേറെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്കാകുന്നതെന്ന് നോക്കാം. അത് നമ്മളിതേണ്ട സോൾഡറിങ് ആൻഡിൻ്റെ ഇത് വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഓഡിയോ സെക്ഷൻ വർക്കിംഗ് ആണ്. ഇനി മറ്റ് സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കണം. ബാൻഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ബാൻഡ് സ്വിച്ച് മാറണം. അതിന് മുമ്പ് ഈ ബോർഡ് മൊത്തം പൊടി അഴുക്കൊക്കെയാണ്, അതൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ബാൻഡ് സ്വിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് നോക്കാം ഇത് വർക്കിംഗ് ആണോ, എന്താണ് പ്രശ്നമെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ PCB നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാൻഡ് സ്വിച്ചോടൊന്ന് മാറാം. ബാൻഡ് സ്വിച്ച് മാറിയിട്ട് ഇത് ഓണാക്കി നോക്കാം എന്താണ് അത് ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്കറിയാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാൻഡ് സ്വിച്ച് അഴിക്കാം. അപ്പോൾ നമ്മൾ ബാൻഡ് സ്വിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്തിടുക, അതല്ലെന്നുണ്ടെങ്കിൽ വേറൊന്നും നമ്മൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇടണം. അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് റിപ്പയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബാൻഡ് സ്വിച്ച് വർക്കാകുന്നുണ്ട് നല്ല ക്ലീനായിട്ട് തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി അത് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എതിരെതിരെ ചെയ്യണം. അതിനുശേഷം നോക്കണം ഇത് ലോസ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇല്ല, ആദ്യം നമ്മൾ ആ മെറ്റൽ കവറിങ്ങിൻ്റെ സാധനമാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ബാൻഡ് സ്വിച്ചും IC ഒക്കെ സോൾഡർ ചെയ്യാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കണം, തമ്മിൽ ഷോർട്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ലെഡ് കൊടുക്കുകയും ചെയ്യരുത്, പക്ഷേ എന്നാൽ ലെഡ് കുറയുകയും ചെയ്യരുത്. അത്രയും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
കണ്ടോ ബാൻഡ് സ്വിച്ച് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ നമുക്ക് ഷോർട്ട് കിട്ടുന്നത് നോക്കാം. ഷോർട്ട് വേവ് ഓക്കെ, അടിപൊളിയായിട്ട് നമ്മുടെ റേഡിയോ വർക്ക് ആകുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിൻ്റെ വയറിങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി, വീഡിയോ വളരെ ലെങ്തി ആവുന്നതുകൊണ്ടാണ് അന്ന് ഉൾപ്പെടുത്താഞ്ഞത്. സ്പീക്കർ വയർ മാറ്റി, അതുപോലെ തന്നെ കൺട്രോളിൻ്റെ വയറൊന്ന് മാറ്റി. അപ്പം സ്വിച്ചിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റിയിട്ട് അത് സോൾവ് ചെയ്യണം. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ബാൻഡ് സ്വിച്ച് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വേവും മീഡിയം വേവും കണ്ടോ നല്ല ഭംഗിയായിട്ട് വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം വന്നത് ഈ ബാൻഡ് സ്വിച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബാൻഡ് സ്വിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാൻഡ് സ്വിച്ച് നിങ്ങൾ അഴിച്ച് റിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ശകലം ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഗ്രീസ് ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും ക്ലാവ് പിടിക്കത്തില്ല. അപ്പോൾ ബാൻഡ് സ്വിച്ച് ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ഒരു ശകലം ഗ്രീസ്, അത് സാധാ ഗ്രീസ് പറ്റത്തില്ല, നമ്മൾ ഈ ഇഞ്ചിനിലൊക്കെ ഇടുന്ന ഗ്രീസുണ്ട്, അതിലൊരു ശകലം ഒരു ചെറിയൊരു നേർത്ത പാട പോലൊന്ന് അതിൻ്റെ ആ കണക്ടറിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് കാണിച്ചു തരാം ഒരു നിമിഷം. ഇതുണ്ട് കണ്ടോ, ഇതിനകത്തോട് ശകലം ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വർക്കായിക്കോളും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.